നമസ്തേ. ഞാനൊരു കാര്യം ഒരു തമാശ പറയാൻ വേണ്ടി വന്നതാ. തമാശയായി അവസാനം അത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാനിവിടുന്ന് ഒരു 4 മണി 4 സമയത്ത് ടൗണിലേക്ക് ഇറങ്ങിയതാണ്. ടൗണിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരു ഇറങ്ങിയ അവിടെ നിന്ന് ഞാൻ സെൽഫി സ്റ്റിക്ക് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. പോയിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ MG റോഡിൻ്റെ അവിടെ വെച്ചിട്ട് ഒരു നൈസൊരു അലമ്പ്. മീൻസ് ഒരു വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഏജിലായിട്ടുള്ള പുള്ളി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ തിരിച്ചുകൊണ്ട് ഇറങ്ങി വരാം. അപ്പോൾ അത് വഴി പറഞ്ഞു കൊടുക്കാനായിട്ട് സെക്യൂരിറ്റി ചേട്ടൻ നിൽക്കുന്നുണ്ട്. നേരാണ് ശരിക്കും വഴിയും പറഞ്ഞു കൊടുക്കുന്നില്ല. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റുന്നില്ല. ഞാനത് ഇങ്ങോട്ട് പറഞ്ഞു കിടന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ചൂടായി. സെക്യൂരിറ്റി ചേട്ടനെ നീ ആളോട് പറയും എങ്ങനെയാണ് നീ വഴി പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ വർത്താനേ. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വഴി പറഞ്ഞു കൊടുക്കാം, ചേട്ടൻ്റെ സാലറി എനിക്ക് തരുമോ, ചേട്ടൻ്റെ പൈസ സാലറി എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. നീ പോയിടാന്ന് പറഞ്ഞു. പിന്നെ പറയാൻ പറ്റാത്ത വാക്കുകളാണ്. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പറഞ്ഞു തെറി, ചേട്ടനും പറഞ്ഞു തെറി, ഭയങ്കര തെറി അങ്ങോട്ട് നിന്ന്. അപ്പോൾ പിന്നെ അതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചിങ്ങോട്ട് പോന്നു. കുറച്ച് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചങ്ങോട്ട് പോയിട്ട് ചേട്ടനെ കണ്ടിട്ട് ഒന്ന് സംസാരിക്കാം, എവിടെയെങ്കിലൊക്കെ വിളിച്ച് മാറ്റി എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. കാണാൻ ചെന്നപ്പോൾ ആളെന്നെ എടുത്ത് തിരിച്ചിട്ടിട്ട് സോറിടാ, ഞാൻ നിന്നെ എനിക്ക് മുന്നേ അറിയാമെന്നൊക്കെ. എന്നെ മുന്നേ അറിയാമോ? അപ്പം ഞാനും വിചാരിച്ചു ഏതീ മനുഷ്യൻ, നീയും ആളേതൊരു ബാറിൻ്റെ സെക്യൂരിറ്റി ഒന്നും. ബാറിൻ്റെ സെക്യൂരിറ്റിമാരെ അറിയാലോ, നല്ല നീളവും വണ്ണവും നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളാണ് ശിശു. എവിടെ ഒന്നുമില്ല, തല്ലേ തിരിച്ചതല്ല, അത്ര തന്നെ, വേറെ പരിപാടിയൊന്നുമില്ല. അതൊക്കെ പോട്ടെ, അതല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ആള് ഈ പറഞ്ഞതുപോലെ ഞാൻ അങ്ങോട്ട് കണ്ടപ്പോൾ ആൾ പുറത്തിരിക്കും. ഞാൻ ആളെടുത്ത് അങ്ങോട്ട് ചെന്നപ്പോൾ ആളെൻ്റെ അടുത്ത് ചിരിച്ചിട്ടൊക്കെ സംസാരിക്കും. നിന്നെ എനിക്കറിയാം, നീയും വേറൊരു ആളും കൂടിയിട്ട് മീൻസ് തൃശ്ശൂർ ഭാഷ ഉണ്ടാകും, കൂടിയിട്ട് ഇവിടെ ബീവറേജിൽ ഒരുമിച്ച് കഴിക്കാമെന്നുണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ ആൾ. എൻ്റെ പൊന്ന് തരും, ഞാൻ എൻ്റെ ജീവിതത്തിൽ മദ്യപാനം സിഗരറ്റ് വലിയ സാധനമൊന്നും ഇല്ലാത്ത മനുഷ്യനാണ്. ആളെന്നിട്ട് വെറുതെ തള്ളി ഞാനും വേറൊരുത്തരും കൂടിയിട്ട് ഇവിടെ ബാറിൽ കഴിക്കാമെന്നുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ ചേട്ടാ ഞാൻ മദ്യപിക്കില്ല, അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല പറഞ്ഞു വന്നപ്പോൾ ആൾ നമ്മുടെ അയലക്കാരനൊക്കെയാണ്, ഇവിടെ അരനാട്ടേരിക്കാണ് ആളുടെ വീടെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഭയങ്കര കമ്പനിയായി. അവസാനം അലമ്പായിട്ട് നിന്ന് 2 പേര് തിരിച്ചങ്ങോട്ട് പോയി സംസാരിച്ചപ്പോൾ ജാതി കമ്പനിയായി 2 പേര്. അപ്പോൾ അതിൻ്റെ അടുത്ത് സോറിയുടെ എനിക്കറിയില്ലായിരുന്നു കേട്ടോ നീ ഇങ്ങനെയായിരുന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ആള് പറയുന്നത് ആ സ്ഥാപനത്തിൻ്റെ ഓണറായിരുന്നു. ഓർഡർ എന്നിട്ട് അയാളെ ചീത്ത പറഞ്ഞു.